നമസ്തേ ബാബാജി. ബാബാജിയുടെ ഒരു മത, ആത്മീയത, ജീവിതശൈലി, സന്ദേശം എന്നീ കാര്യങ്ങളെക്കുറിച്ച് പല വേദികളിലുമായിട്ട് ബാബാജി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നും കൂടി അത് അറിയണം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ മറ്റുള്ളവരിൽ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറും ഒരു എല്ലാം കൊണ്ടും ബാബാജി ഒരു വ്യത്യസ്തമാണ്. അപ്പൊ അതും കൊണ്ട്, കാരണം സാധാരണ ആത്മീയതയിൽ പോകുന്ന വ്യക്തികൾക്കൊരു നമ്മൾ കാണുന്ന ഒരു പിക്ചറുണ്ട്, അതല്ലാത്ത വേറെ വ്യത്യസ്തമായ രീതിയാണ് ബാബാജി. അതുകൊണ്ട് ബാബാജിയുടെ ഒരു അഭിപ്രായം ഒന്നും കൂടി കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമസ്തേ. നിങ്ങളുടെ ചോദ്യം നമ്മുടെ മതം, ആത്മീയത, ജീവിത ശൈലി, അതുപോലെ സന്ദേശം, ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ മതം എന്ന് പറയുന്നത് ട്രഡീഷണലി ഇപ്പം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയും അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയിലെ ഒരു സാമൂഹ്യ വ്യവസ്ഥയും ബന്ധപ്പെടുത്തി നമ്മുടെ മതം ഹിന്ദു എന്ന് പറയുന്ന മതത്തിലാണ് വരിക. ഹിന്ദു ശരിക്കും മതമല്ല, ദ ലൈഫ് ഓഫ് എ ജീവിത ശൈലിയാണ്. ആ ശൈലിയിൽ ഏത് ശൈലിയാണെന്ന് ചോദിച്ചാൽ ട്രഡീഷണലായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വിവിധ ദർശനങ്ങളെ പരമ്പരാഗത രീതിയിൽ പഠിച്ച് സ്വേച്ഛാചാരം എന്ന് പറയും, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന അന്തസത്ത ചോർന്നു പോകാതെ അതിനെ നിലനിർത്തുന്ന ഒരു സംവിധാനം സ്വാഭാവികമായിട്ടും ഹിന്ദു മതത്തിലാണ് വരിക. കാരണം ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധ, ജൈന, സിഖ് ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായ ദർശനങ്ങളായതുകൊണ്ട് അതിനൊക്കെ ഹിന്ദു എന്നാ വിളിക്കാം. വേദിക് ദർശനങ്ങളെയും ട്രൈബൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഹിന്ദുവിൽ വരും. അതുകൊണ്ട് മതം ഹിന്ദു മതമാണ്. പിന്നെ നമ്മുടെ ആത്മീയത എന്ന് പറയുന്ന നേരത്തെ ആത്മീയത നമ്മുടെ ആത്മീയത മറ്റൊരാളുടെ ആത്മീയത എന്നൊന്നുമില്ല. ആത്മാവ് ഒന്നാവുന്നത് കൊണ്ട് തന്നെ ആ ആത്മാവിനെ കുറിച്ചുള്ള അറിവും അതുപോലെ തന്നെ ബോധ്യവും അതിനെ പറയുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആ ബോധ്യവും അറിവും എന്ന് പറഞ്ഞാൽ ഏകദേശം അല്ലെങ്കിൽ അത് ഒന്ന് തന്നെയാണ്. ജീവിത ശൈലി എന്ന് പറയുമ്പോൾ അവിടെയാണ് ട്രഡീഷണലി ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹിന്ദുയിസം നമുക്ക് വിവിധ ദർശനങ്ങളെ പഠിക്കാൻ പരമ്പരാഗത രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കൂടാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇസ്ലാമികമായിട്ടുള്ള പല ദർശന വ്യത്യാസങ്ങളെയും നമുക്ക് അതിൻ്റെതായ ആചാര്യന്മാരെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് സൂഫിസം ഏറ്റവും വലിയൊരു ആത്മീയ പദ്ധതിയാണ് സൂഫിസം, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ക്രൈസ്തവമാണെങ്കിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ നിയമം പുതിയ നിയമം ഒക്കെ വീട്ടിൽ തന്നെ വന്ന് പഠിപ്പിക്കുന്ന അതിൻ്റെ സന്ദേശവാഹകരുണ്ടായിരുന്നു, അതൊന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ബൗദ്ധ ദർശനങ്ങൾ നമ്മൾ പിന്നെ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, പിന്നെ ചില സുഹൃത്തുക്കളിൽ നിന്നുള്ള അറിഞ്ഞ കാര്യങ്ങളാണ്. സിക്കും ജൈനും നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അതിൻ്റെ ചില ആളുകളെയൊക്കെ നമുക്ക് പരിചയമുണ്ട്. ചാർവാകം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ദർശനങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് നമ്മുടെ ദർശനം. അത് നമുക്ക് ശരി, നേരത്തെ പറഞ്ഞ നമുക്ക് ശരിയെന്ന് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ആ സന്ദേശം സർവമത സാരവുമേകം എന്ന് നാരായണഗുരു പറഞ്ഞതുപോലെ സർവദർശന സമഭാവന എന്നാണ് നമ്മുടെ ആശ്രമം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരാശ്രമവും അത് ട്രസ്റ്റ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ആശ്രമം രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ മഠാധിപതിയുടെ സ്ഥാനപ്പേരാണ് നിങ്ങളൊക്കെ കേൾക്കുന്ന മഹാചണ്ടാള ബാബ, ചണ്ടാള ബാബാജി, മഹാചണ്ടാള ബാബ എന്നുള്ളത് ആ ആശ്രമത്തിന്റെ മഠാധിപതിയുടെ സ്ഥാനപ്പേരാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പരമ്പരാഗതമായ ഒരു സന്യാസ പാരമ്പര്യം, ഒരു സാമ്പ്രദായിക സാധനാ പദ്ധതിയിൽ ദീക്ഷിതനായതുകൊണ്ട് ആ ദീക്ഷാനാമം സ്വാമി വിവേകാനന്ദനാഥ പാദിത്തർ എന്നാണ്. അപ്പൊ അതാണ് സ്വാമി വിവേകാനന്ദൻ എന്നാണ് നമ്മളുടെ പേര് പറയുക. അപ്പൊ അവിടെയാണ് ഈ സ്വാമി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കാണുക, ഈ ഒരു കാവിയില്ല, വെള്ളയില്ല, വസ്ത്രമുണ്ട്, അതും തന്നെ നൂതന വസ്ത്ര സംവിധാനം, ഇതൊക്കെ ഇതിനെക്കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അവിടെയാണ് വേഷവിധാനത്തിലല്ല ആത്മീയത. ശരീരം ചലിക്കുന്നതും ശരീരം എടുത്തിരിക്കുന്നതും ആത്മാവിന്റെ സഞ്ചാരത്തിന് വേണ്ടിയിട്ടും അനുഭവത്തിന് വേണ്ടിയിട്ടുമാണ്. ഭഗവാൻ പരമേശ്വരൻ സ്വയമേവ തനിക്ക് തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട് പലതായി പിരിഞ്ഞു എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളെ അറിയാനും അനുഭവിക്കാനുമാണ് ശരീരം. ഇത് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല രീതിയിലാണ് വസ്ത്രത്തിന്റെ വിധാനം കിടക്കുന്നത്. ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ നിന്നൊക്കെ പല പ്രൊട്ടക്ഷനും നൽകുന്നുണ്ട് വസ്ത്രം, ഇല്ലേ, കൾച്ചറൊക്കെ കാണിക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വസ്ത്രം ആത്മീയതയുടെ ഭാഗമല്ല, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് വേണം. അപ്പോഴും തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ളത് വേണം, വേണ്ടവർക്കാകാം. നമ്മളെ സംബന്ധിച്ച് കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊള്ളണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് വസ്ത്രത്തിലും ജീവിത ചുറ്റുപാട്, ഇപ്പൊ ജീവിതത്തിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ജീവിത രീതി. ആശ്രമത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ കാലത്ത് ഒരു പ്രാർത്ഥന, എഴുന്നേറ്റ ഉടനെ അത് കിടക്കപ്പായിൽ ഇരുന്നിട്ട് ഒരു പ്രാർത്ഥന, ശുദ്ധാശുദ്ധങ്ങളൊന്നും ഭേദമില്ല, അങ്ങനെ ഒരു പ്രാർത്ഥന, ഒരു മെഡിറ്റേഷൻ സിസ്റ്റമാണ്. അന്തർയാഗം എന്നൊക്കെ പറയും തന്ത്രശാസ്ത്രത്തിൽ, ആന്തരികമായൊരു പദ്ധതിയാണ്. പിന്നെ കൂടാതെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ജസ്റ്റ് ബാഹ്യമായിട്ടൊരു പൂജയാവാം, ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മുടെ പൂജനമായിട്ട് കാണാം. കുളി ഇത്യാദി കാര്യങ്ങളൊക്കെ. ദേഹമാണ് ദേവാലയം എന്നുള്ളതാണ് സന്ദേശമാണ്, ദേഹമാണ് ദേവാലയം. ഈ ദേഹത്തെ തന്നെ ദേവാലയമായിട്ട് കാണാം. അപ്പൊ ഇതിനെ കുളിപ്പിക്കലും ഇതിന് ഭക്ഷണം കഴിക്കലും ഒക്കെ തന്നെ. ജീവനാണ്
അല്ലെങ്കിൽ പ്രാണനാണ് ദൈവം. നമ്മുടെ പ്രാണനെ ദൈവമായിട്ട് കാണാം. കർമ്മമാണ് സാധന. സ്വന്തം തൊഴിൽ, ഇപ്പൊ സന്യാസിയാണ്, ആചാര്യനാണ്, ഗുരുവാണ്, നമുക്കൊക്കെ തൊഴിലുണ്ട്. അപ്പൊ നമ്മൾ ദേവസ്വം ബോർഡിൽ ഒരു ആചാര്യനാണ്. എന്താ ദേവസ്വം ബോർഡിലെ ആചാര്യൻ? പഠിപ്പിക്കുക. ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള സാധകരെ വാർത്തെടുക്കുന്ന ജോലി നമുക്കുണ്ട്. അത് നമ്മുടെ തൊഴിലാണ്. പിന്നെ കൂടാതെ ഒരു ഡ്രാഫ്റ്റ്സ്മാൻ ആണ് നമ്മൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യും. വാസ്തുവിദ്യ നമ്മൾ മഹാക്ഷേത്രം തൊട്ട് സാധാരണ ക്ഷേത്രങ്ങളും കാവകളും വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രഡീഷണലി ഇപ്പൊ ജ്യോതിഷം, നമ്മൾ ട്രൈബൽ ജ്യോതിഷം, മറ്റുള്ള ജ്യോതിഷം അറിഞ്ഞാൽ പോലും ട്രൈബൽ ജ്യോതിഷം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോലും ജ്യോതിഷമൊക്കെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തി മണ്ഡലം എന്തോ നമ്മളെ തേടി വരുന്നോ ആ കർമ്മം ഭംഗിയായിട്ട് ചെയ്യുക, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി വൈകിട്ട് ഇതുപോലെ തന്നെയാണ് സന്ധ്യയ്ക്ക് ചെറിയൊരു പ്രാർത്ഥന. ഇത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെയൊക്കെ പോലെ സിനിമ കാണുക, ചിരിക്കുക, കളിക്കുക, തമാശ ആസ്വദിക്കുക, TV കാണുക, സീരിയൽ കാണുക, കോമഡി കാണുക, ഇതൊക്കെ നമുക്കുണ്ട്. നമ്മളിതിലൊക്കെ നമ്മളുടെ ആ ഗില്ലിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തെ വിസ്മരിച്ചുകൊണ്ടല്ല, ലോകത്തെ വിസ്മരിക്കാൻ ഒന്നുമില്ല, ഈ ലോകത്തിൽ എല്ലാം ചേർന്നാണ് നമ്മൾ എന്ന് പറയാം. ഇവിടെയാണ് ആത്യന്തികമായ ആത്മീയത. അപ്പൊ നമുക്കിപ്പോൾ ഭഗവത്ഗീത എടുത്ത് നോക്കുകയാണെങ്കിൽ ഭഗവത്ഗീത വളരെ വ്യക്തമായി പറയുന്നത് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാം മാം പ്രപദ്യന്തേ എന്ന് ഭഗവത്ഗീതാകാരൻ പറയുന്നുണ്ട്. ഒരുപാട് ജന്മങ്ങൾ നമ്മളെല്ലാവരും ജനിച്ചു മരിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. നമുക്ക് സാധാരണ നമുക്ക് ചില ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ അതിനൊക്കെ ഒരു മാറ്റ പരിണാമം തന്നെ കൂട്ടിക്കോളൂ. ഇനി അല്ലാണ്ട് എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. ഒരുപാട് ജനിച്ചിട്ടാണ് ഈ മനുഷ്യജന്മം കിട്ടിയ 54 ലക്ഷം കണക്കൊക്കെ ഈ ഹിന്ദു ധർമ്മത്തിലൊക്കെ പറഞ്ഞത്. പിന്നെ എത്ര ജന്മം കണക്ക് പറഞ്ഞാലും ഒരു മനുഷ്യജന്മം കിട്ടിയത് എത്രയോ കഷ്ടപ്പെട്ടില്ല. ഒന്നല്ലെങ്കിൽ അമ്മയുടെ വയറ്റിലും ഒരുപാട് കഷ്ടപ്പാട് അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ജന്മങ്ങൾ പലത് എടുത്തിട്ട് എന്താണ് ജ്ഞാനവാൻ മാം പ്രപദ്യന്തേ, ആ ജ്ഞാനവാൻ മാത്രമാണ് മാം പ്രപദ്യതേ എന്ന് പറയുമ്പോൾ ജ്ഞാനവാൻ മാത്രമാണ് ഭഗവാന് ഈശ്വരനെ ശരണം പ്രാപിക്കുക, ഈശ്വരന്റെ അടുത്ത് എത്തുന്നതാണ്. ഇവിടെ മാം എന്ന് ഭഗവാൻ കൃഷ്ണന്റെ വായിലൂടെ പറയുന്നു എന്ന് ഗീത പറയുമ്പോൾ കൃഷ്ണൻ പോലും പറഞ്ഞ് ഞാൻ പരമാത്മാവാണ് എന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ കൃഷ്ണൻ ഇപ്പോൾ ഉറഞ്ഞു തുറന്ന കോമരം പോലെ, അല്ലെങ്കിൽ മുഹമ്മദ് ഞാൻ എന്ന് മുഹമ്മദിന്റെ വായിൽ നിന്ന് ഖുറാനിലൂടെ വരുന്നുണ്ട്. മുഹമ്മദ് ദൈവം എന്നല്ല പറയുന്നത്. യേശു പറഞ്ഞു ഞാൻ യേശു സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. പിതാവേ എന്നിൽ തന്നെ ഈ ഒരു പരീക്ഷണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായിട്ട് തൻ്റെ അന്തസത്തയാണ് ഇവിടെ ഞാൻ എൻ്റെ അടുത്ത് എന്നൊക്കെ പറയുന്നത്. ആ എൻ്റെ അടുത്ത് എത്തുന്നത് ഈ പറഞ്ഞ ജ്ഞാനമാണ്. എന്താണ് ജ്ഞാനം? അക്കാഡമിക് ആയിട്ടുള്ള നമ്മുടെ ജ്ഞാനങ്ങൾ ഒത്തിരി, അറിവുകൾ ഒത്തിരി ഉണ്ട്. അക്കാഡമിക്കായിട്ട് ഏത് ജ്ഞാനങ്ങൾ ഉണ്ടെങ്കിലും ആത്യന്തികമായ ജ്ഞാനം നമ്മൾ ഇവിടെ പറഞ്ഞൊരു ആത്മീയവാദിയാവുന്നത് കൊണ്ട് ആത്മീയതയെക്കുറിച്ചാണ്. ആത്മീയവാദി എന്ന് പറയുമ്പോൾ ഭൗതികത ഇല്ല എന്നല്ല. അപ്പോൾ ആത്മീയതയിൽ എന്താണ്? ആത്മാവാണ്. ആത്മാവ് എല്ലാതിൻ്റെ അന്തസത്ത, എസെൻസ്. ഇത് അക്കാഡമിക്കായിട്ടുള്ള ഇന്ന് ഏത് മോഡേൺ വിദ്യാഭ്യാസം നമ്മൾ നേടിയാൽ പോലും ആത്യന്തികം നിങ്ങൾ മാറ്ററോ എനർജിയോ എന്ത് പേരിട്ട് വിളിച്ചാൽ ഇതിനൊക്കെ ആധാരമായിട്ടുള്ള എന്തോ ഒന്നില്ലേ. ഇവിടെയാണ് വേദാന്തം. അതിന് പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞിട്ടില്ല. വേദാന്തം പറഞ്ഞ അത് തത് എന്ന് പറയില്ലേ, അത് ഇതം ഇത് എന്നൊക്കെ പറയും. അപ്പൊ അവിടെ എന്താണ് അത് ഇത്, വേറെ പേരില്ല. ഇവിടെ ഇപ്പോൾ ഉള്ള വിഷയം എന്താ? മതങ്ങളുടെ ഒരു വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ദൈവം മാത്രം ശരി. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇല്ലല്ലാഹ് ഇതെന്താ? ഇലാഹായിട്ട് അള്ളാഹ് മാത്രമേ ഉള്ളൂ, ആരാധ്യനായിട്ട് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അള്ളാഹ് അല്ലാതെ മറ്റൊന്നുമില്ല. കലമുണ്ടാക്കാൻ ഇവിടെ മണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മണ്ണെന്നെ ഉള്ളൂ. കലമൊക്കെ അതിന്റെ രൂപഭേദങ്ങളാണ്. ഇന്ന് അനൽ ഹക്ക് എന്നുണ്ടാവുന്നതാ. അപ്പൊ ഇവിടെ ആത്യന്തികമായിട്ട് ആ ഈശ്വരൻ ഒന്നാണെന്ന് പറയുമ്പോഴും ഞാൻ പറയുന്ന എൻ്റെ ഭാഷയിൽ ഈശ്വരനെ വിളിക്കുന്നത് മാത്രമാണ് ശരി. അതേ രീതിയിൽ തന്നെ ആരാധിക്കണമെന്ന് ഓരോരോ വിഭാഗങ്ങൾ, അത് ഒരു മതസ്ഥർ മാത്രമല്ല, ഓരോരോ വിഭാഗക്കാരും. ഇപ്പോൾ വൈഷ്ണവരെന്താ പറയുന്നത്? ഇസ്കോണിന്റെ ആളുകളൊക്കെ കോൺടാക്ട് ഈ ദൈവം ഈ വിഷ്ണു മാത്രമാണ്, അല്ലെങ്കിൽ നാരായണൻ മാത്രമാണ്, കൃഷ്ണൻ മാത്രമാണ് എന്ന് പറഞ്ഞ രീതിയുണ്ട്. ശക്തേരാണ് ഈ കാളി മാത്രമാണ്, ശൈവരാണ് ശിവൻ മാത്രമാണ്. അതും ഇന്ന് സംഘർഷമില്ല ഹിന്ദുയിസത്തിൽ എന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ട്. മറ്റു മതങ്ങളോട് ചേരുമ്പോഴും ക്രൈസ്തവ മറ്റുള്ളതൊക്കെ തന്നെയാണ്. ഇതിന് കാരണം എന്താ? മതങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നമില്ല. മതം ആർക്കും എന്തോ ആവാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ പേരിൽ കലാപം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ വിദ്വേഷ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്? മതം രാഷ്ട്രീയമായി മാറുകയാണ്. രാഷ്ട്രീയത്തിന് മതമുഖവും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും മതപരിവർത്തനം പോലുള്ള വിഷയങ്ങളൊക്കെ വലിയ സംഭവമായിട്ട് മാറും. അപ്പൊ അവിടെയാണ് സംഘർഷം. അവിടെ മതത്തിലോ ദൈവത്തിലോ പ്രശ്നമില്ല. മതത്തിലോ ദൈവത്തിലോ പ്രശ്നമില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ ഹിന്ദു മതത്തേക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഹിന്ദു ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴാണ് ഹിന്ദു മതസ്ഥർ എന്ന് പറയുന്ന ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ, വിശേഷ കേരളത്തിൽ ഈ മതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്? എത്ര ആളുകൾ ഇല്ല എന്ന് പറഞ്ഞാലും ശരി, മറ്റ് മതങ്ങളുടെ കടന്നുകയറ്റമാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ സിവിലിന് പഠിക്കുന്ന കാലത്താണ് സക്കീർ നായിക്കിന്റെ ഒത്തിരി പീസ് ചാനലിലൂടെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളും വീഡിയോ ഒക്കെ വരാൻ തുടങ്ങി, CD ഒക്കെ വരാൻ തുടങ്ങിയത്. അതിൽ അദ്ദേഹം ഈ പറയുന്ന ഹിന്ദു ക്രൈസ്തവ പുരോഹിതന്മാർ, പക്ഷേ ഹിന്ദുയിസത്തിലെ പുരോഹിതന്മാരെ വിളിച്ച് പരമാവധി സ്നേഹസംവാദം എന്ന രീതിയിലാണ് MM അക്ബറിനെ പോലെയുള്ള ഇത്തരം ആളുകളൊക്കെ വിളിച്ചിരുത്തിയിരുന്നത്. പക്ഷെ പരമാവധി തൻ്റേത് മാത്രം ശരി, മറ്റതൊക്കെ മോശമാണെന്ന് സ്ഥാപിക്കുക ചെയ്ത്.
പിന്നെ പല രീതിയിൽ അത് മാത്രം ശരി എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ട് അതിനെ ക്രൈസ്തവമായിരിക്കുന്ന മത പുരോഹിതന്മാരും അല്ലെങ്കിൽ ഈ ബന്ധക്കോ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളുകളും ഓരോ ഹിന്ദു ഭവനങ്ങളിലും വന്ന് അവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഓരോന്ന് പറയുകയും കുറെ ആളുകളെ ക്യാൻവാസ് ചെയ്യുകയും ചെയ്തു. ദാരിദ്ര്യമായിരിക്കാം, രോഗമായിരിക്കാം, വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങൾ, ജോലി, ഇങ്ങനെ പല രീതിയിൽ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെ പരിണത ഫലമാണ് ഇന്ന് കാണുന്ന ഹിന്ദു എന്ന് പറയുന്ന ആശയത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതിനൊരിക്കലും ഈ ഇന്നുള്ള ആളുകളെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കാൻ നമ്മൾ തയ്യാറല്ല. അതിനൊരു സാഹചര്യം ഉണ്ടാകുന്ന ചുറ്റുപാടുണ്ടായപ്പോൾ മറ്റു രാഷ്ട്രീയക്കാർ പോലും അതിനൊരു വിലങ്ങായി നിന്നില്ല, അല്ലെങ്കിൽ അവരെ എതിർക്കാൻ പോയില്ല. ഇപ്പോൾ പോലും അവരതിനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് മറ്റുള്ളൊരു കുറ്റം കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആരുടെയും ഭാഗം ചേർന്ന് പറയല്ല. ഇവിടെയാണ് ഈ കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് വേണം, ആ ജ്ഞാനത്തിലേക്കാണ് പോകണം. നമ്മൾ ആദ്യം പറഞ്ഞ ജ്ഞാനം എന്താണ്? ഇത് നിങ്ങൾ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ അല്ലെങ്കിൽ എന്താ പറയുക ചാർവാകനോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP യോ SDP യോ അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ, ദലിതനോ ആദിവാസിയോ നായരോ നമ്പൂരിയോ ഇങ്ങനെയല്ലേ, ഇതൊക്കെ ഏതായാലും ശരി നിങ്ങളൊക്കെ ആത്യന്തികമായി മനുഷ്യരാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും പരസ്പരം സഹകരിച്ചുകൊണ്ടേ വർത്തിക്കാൻ പറ്റുള്ളൂ. ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന അത് തന്നെയാണ്. അവിടെയാണ് അത് ഇത് എന്ന വേദാന്തത്തിന്റെ പ്രാധാന്യം. അത് തന്നെയാണ് ശിവെന്നോ അള്ളാഹ് ഒക്കെ വിളിച്ചാലും ശരി, അതൊക്കെ അതിനെ സൂചിപ്പിക്കുന്ന ഓരോ ഭാഷാ പ്രയോഗങ്ങൾ മാത്രമാണ്. ആത്യന്തികമായി അന്തസത്ത അത് നമ്മളുടെയൊക്കെ എസെൻസ് ആണ് എന്നുള്ളത്. ആ എസെൻസ് ഒന്നാണെന്ന ബോധ്യം ഉണ്ടാക്കണം. അതായത് വൈഷ്ണവര് പറഞ്ഞ വാസുദേവ സർവമിതി, അത് അവരുടെ ഭാഷയാണ് വാസുദേവ സർവമിതി എന്നുള്ളത്. അതിന്റെ അർത്ഥമെല്ലാം വിശാലമാണ്. ഇതെല്ലാമാണ് തന്നെ വാസുദേവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥവും. അപ്പൊ ആ വാസുദേവ ഈ കാണായതല്ല അത് തന്നെയാണ്. പക്ഷെ എന്താ മഹാത്മാ സുദുർലഭ എന്ന് ഗീതാകാരൻ പറയുന്നുണ്ടേ. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാതും ഒന്നായി കാണുന്ന മഹാത്മാക്കൾ ദുർലഭമായിരിക്കും. അങ്ങനെയുള്ളവര് വളരെ കുറവായിരിക്കും. അപ്പൊ ആ കുറവിൽപ്പെട്ടവരാവണം നമ്മൾ. ഖുറാനൊക്കെ പറയുന്നത് പോലെ 1999 പടുകുഴിയിലേക്ക് എന്ന് പറയും. ഭഗവത്ഗീതാകാരൻ പറയും 100 മാത്രമേ എൻ്റെ അടുത്ത് എത്തുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെയാണ് ആത്യന്തികമായിട്ട് നമ്മൾ ആ ഒരാളാകാനാണ് ശ്രമിക്കേണ്ടത്. ആ ഒരാളാകുമ്പോൾ നമുക്ക് ഈ മതങ്ങളും ദർശനങ്ങളും ഒക്കെ ആകാം. അതൊക്കെ ആധ്യാത്മികമായി അത് പറഞ്ഞു വെക്കുന്ന എസെൻസിനെ നമ്മൾ സ്വീകരിക്കുക. കർമ്മ പദ്ധതിയും പിന്നെ അതാത് ദേശത്തുണ്ടായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതിനൊക്കെ ആ മാറ്റങ്ങൾ, ആ ദേശത്തിന്റെ മാറ്റങ്ങൾ ഇന്ന് നമുക്ക് സ്വീകാര്യമാണോ? അത് സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കുക. അത് അപരന് മറ്റൊരുത്തിന് ദോഷം ഉണ്ടാക്കുന്നതാണെങ്കിൽ തള്ളിക്കളയാം. ഹിന്ദുയിസത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ജാതി വിവേചനം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അതിന് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഇന്നും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒന്നിച്ച് ഒരു ജനാധിപത്യ മര്യാദയിൽ അല്ലെങ്കിൽ സാമൂഹിക മര്യാദകളോടുകൂടി അതിനെയൊക്കെ പ്രതിരോധിക്കണം. എന്നാൽ ഹിന്ദുയിസത്തിൽ മാത്രമാണ് ജാതീയത എന്ന് പറയണം നമുക്ക് യോജിക്കാൻ പറ്റില്ല. എല്ലാ സമൂഹത്തിലും സജാതീയ വിജാതീയ വിഭാഗങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ തൻ്റെ മതത്തിന്റെ അപ്പുറം പോകുന്ന മതത്തെ അംഗീകരിക്കാത്ത ആളുകളെ കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട്. അതിനെയൊക്കെ വിട്ടു നിർത്തണം തന്നെയാണ്. അത് ഹിന്ദുയിസത്തിലും ഓരോ സമുദായങ്ങൾ ഓരോ മതമായി എടുത്തു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ആളുകളെ മാറ്റി നിർത്താൻ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് അതിനൊക്കെ മാറ്റം വരണം. അത് എവിടെയുണ്ടെങ്കിലും മാറ്റം വരണം. അതിനെ ചൂണ്ടിക്കൊണ്ടുള്ള പ്രശ്നങ്ങളല്ല, അതിനൊക്കെ പരിഹരിക്കപ്പെടുകയാണ്. സമുദായ ഈ ജാതി വിവേചനം പോലെ തന്നെയാണ് മതവിവേചനങ്ങളും രാഷ്ട്രീയ വിവേചനങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ന ബോധം ഉണ്ടാവണം. പക്ഷേ ഇന്ത്യക്കാരോട് നമുക്ക് വേണം നമ്മൾ ഇന്ത്യൻ എന്ന ബോധം ഉണ്ടാവണം. ലോകത്തിന് വേണ്ടി വർത്തിക്കണം. അപ്പൊ നമ്മുടെ സന്ദേശം ഇതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആത്മീയമായിട്ടുള്ള വേഷഭൂഷാദികളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വേഷത്തിലും ഭൂഷാദികളിലുമല്ല ആത്മീയത. എന്നാലോ ചില കാര്യങ്ങൾ നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആശ്രമ മഠാധിപതിക്ക് വസ്ത്രവിധാനമുണ്ട്, അതൊക്കെ ഉണ്ട്. എന്നാൽ പോലും സമൂഹത്തിൽ വർത്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇല്ല എന്ന് പറയില്ല. അത് ആത്മീയതയുടെ മുഖം. ഇപ്പോൾ ഡോക്ടർക്ക് അല്ലെങ്കിൽ ഡ്രൈവർക്ക് പോലീസുകാരന് അല്ലെങ്കിൽ ലോയർക്കൊക്കെ ഇല്ലേ? അത് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായ ചില കാര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് അത്യാവശ്യം ചില കാര്യങ്ങൾ വേണം, മറ്റുള്ളവരുടെ പോലെയല്ല എന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനപ്പുറം മറ്റുള്ളവരുടെ ആളാണ്. അപ്പൊ അവരുടെ മിങ്കിൾ ചെയ്തിട്ട് ജീവിക്കുക. ആത്മീയതയിൽ എന്താണ്? സർവദർശന സമഭാവന സിദ്ധാന്തം ഉൾക്കൊണ്ട് എല്ലാത്തിനെയും സ്നേഹിക്കാൻ പഠിക്കുക, അപരവൽക്കരിക്കാതിരിക്കുക. ട്രഡീഷണലി മതം ഫോളോ ചെയ്യുന്നവർക്ക് അതാകാം. അല്ല, എനിക്ക് ആ സത്യത്തെ അറിയണം, സത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കണം. അതിന് വിവിധ മാർഗങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് രുചിച്ചാണ്, എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും രുചിച്ചാണ്. എന്നാലോ അതിനൊന്നും കൂട്ടിൽപ്പെടാൻ വയ്യ, എന്നിട്ട് ഇങ്ങോട്ട് വരാം. അവിടെയാണ് നമ്മൾ പറഞ്ഞ വിവിധ മതദർശനങ്ങൾ ആശയങ്ങൾ ഇവിടെ നമ്മൾ ഉപദേശിക്കുന്ന ശിഷ്യം മറ്റുള്ളവരൊക്കെ ഉണ്ട്. എന്നാൽ അവരൊന്നും മതത്തിന്റെ ചട്ടുകൂടിലല്ല. താന്ത്രികൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മതത്തിന്റെ ചട്ടുകൂടിലല്ല. അത് ഈ വ്യവസ്ഥാപിത ലോകത്ത് മതം പറയുന്നു എന്നുള്ളൂ. നമ്മളൊന്നും മതത്തിന്റെ ഉള്ളിലല്ല വരുന്നത്. അതുകൊണ്ട് സർവ സ്വതന്ത്രനാവുക. തന്ത്ര എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര എന്നാണ്. ആ തന്ത്രത്തിന്റെ വിശാലത, ആ വിശാലതയിൽ എന്താണ്? എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചിട്ടാണ് ഈ മനുഷ്യജന്മം കിട്ടി എന്നുള്ളതും. അതിൽ തന്നെ ഇനി എന്താണ്? മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി നേടേണ്ടതല്ല, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ട ഫ്രീഡമാണ്, കെട്ടുപാടുകളിൽ നിന്ന് മുക്തിയാണ്. അത് ബന്ധസ്വന്തങ്ങൾ വേണ്ട എന്നല്ല, അതൊക്കെ നിലനിൽക്കുമ്പോഴും അതിനുള്ളൊരു മുക്തിയാണ്. അത് മതത്തിന്റെ ആകാം, ജാതിയുടെ ആയാം, അല്ലെങ്കിൽ നമ്മളുടെ സന്താനങ്ങളുടെ ആയാം, മാതാപിതാക്കളുടെ ആയാലും സുഹൃത്തുക്കളുടെ, ഇതിൻ്റെ ഒന്ന് കെട്ടുപാടിൽ ഇങ്ങനെ മുറുകിക്കിടക്കാതെ അതിന് അടർന്നു പോയിക്കൊണ്ട് അതിലെല്ലാം താമര ഈ ജലത്തിൽ ചെളിയിൽ നിൽക്കുമ്പോഴും അതിൻ്റെ ആ ഇലയിൽ വെള്ളം പറ്റുന്നില്ലെങ്കിൽ താളിലയിൽ വെള്ളം പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ, ചെളി കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ പോലെ
അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃഷ്ണനെ പോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും വലിയ ബ്രഹ്മചാരിയാണ്, ത്രേഷ കേട്ടാൻ തോന്നുന്നു, പക്ഷെ അതുപോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ധർമ്മത്തിൽ രാമനെ പോലെ. എന്താ രാമന്റെ ധർമ്മം? സീതയെ ഉപേക്ഷിച്ചാണോ ഒക്കെ ചോദിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. അതൊക്കെ വിവാദങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഒരു ധർമ്മനിഷ്ഠനായ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു നീതി പാലകൻ എങ്ങനെയായിരിക്കണം? നീതിക്ക് വേണ്ടി നിലകൊള്ളണം. അവിടെ സ്വന്തം ബന്ധങ്ങൾക്കല്ല പ്രാധാന്യം. ഇന്നിപ്പോൾ മന്ത്രിമാരും മറ്റുള്ളതൊക്കെ അങ്ങനെയാണോ? അവർ സ്വന്തം കാര്യമല്ല നോക്കുന്നത്. അപ്പൊ രാമൻ അതിന്റെ അപ്പുറമാണ്. ഇനി അതിന് എന്താണ്? യുദ്ധതന്ത്രത്തിലും സമൂഹത്തെ നയിക്കുന്ന കാര്യത്തിലും മുഹമ്മദിനെ പോലെ തന്നെയാണ്. കാരണം അത്ര കണ്ട് ഇത് നമ്മൾ വേണമല്ലോ. സ്വാമി വിവേകാനന്ദൻ പോലും മുഹമ്മദിനെ കുറിച്ച് പ്രകീർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ മുഹമ്മദിന്റെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ശാന്തതയിൽ നമുക്ക് യേശുവിനെ പോലെയാകാം, ധ്യാനത്തിൽ ബുദ്ധനെ പോലെയാകാം, ഇല്ലേ? അപ്പൊ എല്ലാ അർത്ഥത്തിലും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് നമ്മൾ. അത് തന്നെയാണ് നമ്മുടെ ആത്മീയത. ജീവിതശൈലിയും 24 മണിക്കൂറും ആത്മീയത പറഞ്ഞ് ജപിച്ച് ധ്യാനിച്ചിരിക്കുക. അതുകൊണ്ട് അതൊരു കാര്യമുണ്ട്. നമുക്ക് തോന്നുന്ന ഒരു മാറ്റങ്ങളും ഉണ്ടാവില്ല. മാറ്റം ഉണ്ടാവണം നമ്മൾ നമ്മുടെ പ്രവൃത്തിഭാഗത്ത് സത്യസന്ധമായി നമ്മുടെ കർമ്മവും ധർമ്മവും ചെയ്ത് തീർക്കുക. മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാതിരിക്കുക. നമ്മളെ ആക്രമിക്കുന്നെങ്കിൽ പ്രതിരോധിച്ചേ പറ്റുള്ളൂ. അത് പ്രകൃതി നിയമമാണ്. നമ്മളെ മാനിനെ ആക്രമിക്കാൻ പുലി ഓടിക്കുമ്പോൾ മാൻ ഓടും, അത് സ്വാഭാവികം. പ്രതികരിക്കാൻ കഴിയുന്ന സിംഹമാണെങ്കിലോ തിരിച്ചു പ്രതികരിക്കും. അപ്പൊ മാനിനെ പോലെ ആകണം നമ്മൾ പറയുന്നില്ല, സിംഹത്തെ പോലെ ആകണം. കാരണം മാനിനെയും കോഴിയെയും മുയലിനെയൊക്കെ പിടിച്ച് ചിലപ്പോൾ അറക്കും, പക്ഷെ സിംഹത്തെയും പുലിയെയും അറക്കാനൊന്നും അവരങ്ങനെ പോകില്ല. കാരണം എന്താണ്? അതിന്റെ ശൗര്യതയാണ്. അതുകൊണ്ട് സാധുവായിരിക്കുന്നവർക്ക് ഈ ലോകത്ത് എന്തായാലും മരണം വരിച്ചേ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ കയ്യിൽ ഉപദ്രവിക്കപ്പെടും. അതുകൊണ്ട് സാധുത്തരം വേണം. എവിടെയാ? അത് നമുക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി മാത്രം. ആക്രമിക്കപ്പെടുമ്പോൾ എന്ത് വേണം? ശൗര്യം ഉണ്ടായിരിക്കണം, പ്രതികരണശേഷി ഉണ്ടായിരിക്കണം. ആ പ്രതികരണശേഷി പ്രകൃതിയുമാണ്, അല്ലാണ്ട് ആക്രമണം ഉണ്ടാവാൻ പാടില്ല. ആത്യന്തികമായിട്ട് നമ്മൾ നമ്മുടെ ആത്മീയ ദർശനമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ ആശ്രമത്തിൽ തന്നെ ഈ പറഞ്ഞ ആത്യന്തികമായ ആത്മീയതയാണ് പറയുന്നത്. അതിന് വിവിധ തന്ത്രത്തിന്റെ വിവിധ വെർഷനിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭക്ഷണമോ മറ്റുള്ളൊന്നും നമുക്കൊരു വിഷയമല്ല. ഭക്ഷണമൊന്നും അല്ല, അതൊക്കെ ഊർജ്ജമാണ്. ഭക്ഷണത്തിന്റെ ബാഹ്യരൂപമല്ല. മാംസമാണോ, മത്സ്യമാണോ, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണോ, ഇങ്ങനെ, അല്ലെങ്കിൽ അന്നമാണോ, ഇങ്ങനെയുള്ള ഒരു മാറ്റം. അതൊക്കെ കണ്ടന്റിന്റെ മാറ്റം ഉണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഊർജ്ജമാണ്. അതുകൊണ്ട് ഊർജ്ജത്തെയാണ് നോക്കുന്നത്. അതും പരമാവധി എന്ത് ചെയ്യണേ? നമുക്ക് മറ്റൊരു മൃഗത്തെ മറ്റുള്ളൊന്നും കൊന്നുകൊണ്ടല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്നത് കഴിക്കാം. ഇനി അല്ല മാംസഭക്ഷണം കൊല്ലുന്നു എന്ന് ബാബാജി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചില സ്ഥലത്ത് മാംസം തന്നെയാണ് ഭക്ഷണമായിട്ട് ഉണ്ടാവുക, വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ അവിടെ ഇതാക്കാം. ഇനി അല്ലാണ്ട് തന്നെ ചില ആളുകൾക്ക് പ്രോട്ടീനും അല്ലെങ്കിൽ മാംസമൊക്കെ ആവശ്യമായിട്ട് വരും, അവർക്ക് മാംസഭക്ഷണങ്ങളാണ്, ഇല്ലേ? അതുകൊണ്ട് ഭക്ഷണ വിവേചനം ഒന്നും തന്നെയില്ല. ലിംഗവിവേചനം ഇവിടെ ആശ്രമത്തിലുമില്ല, നമുക്കുമില്ല. ആർത്തവത്യാദി കാര്യങ്ങളൊന്നും നമ്മൾ ഒരു തരത്തിലും അശുദ്ധിയായിട്ടൊന്നും കാണില്ല. കൂടുതൽ നീറ്റായിട്ട് ഇരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ശുദ്ധാശുദ്ധങ്ങളൊന്നും നമ്മുടെ ആശ്രമം ഫോളോ ചെയ്യുന്നില്ല. പിന്നെ ഇന്ത്യൻ ഭരണഘടനയാണ് ധർമ്മഗ്രന്ഥമായിട്ട് ആശ്രമം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയതയുടെ ഭാഗമായിട്ട് നമുക്കും നമ്മുടെ പൂർവികർ ഉപദേശിച്ചു തന്ന ഗുരുപരമ്പര തൊട്ടിട്ട് അതിനാഥനം തൊട്ടിട്ട് 239 കണ്ണിയാണ് നമ്മൾ. സാക്ഷാൽ ഭഗവാൻ പരമേശ്വരനിൽ നിന്ന് തൊട്ടിട്ട് 239 കണ്ണി പരമ്പരയിൽപ്പെട്ട ഒരു സമ്പ്രദായത്തിൽ ദീക്ഷിതാണ്. കൂടാതെ നല്ലച്ഛൻ പാരമ്പര്യത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത പാരമ്പര്യത്തിന്റെ ഒരു കണ്ണിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊക്കെ ആ ഗുരുപരമ്പരയോട് ആർജിച്ചെടുത്ത അറിവ്, അനുഭവം, അതിനെ ഫോളോ ചെയ്യുന്നു, അതിനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നു. അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നേരത്തെ വാസുദേവ സർവ്വ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. സ്നേഹിക്കപ്പെടാനായിട്ട് പ്രവർത്തിക്കുക. ആക്രമിക്കപ്പെടുമ്പോൾ കൂടുതൽ ജനതയ്ക്ക് എന്താണ്, അല്ലെങ്കിൽ കൂടുതൽ സമൂഹത്തിന് എന്താണ് ആവശ്യം, അതിനനുസരിച്ച് പ്രതികരിക്കുക. ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു സമൂഹത്തിൽ ഒന്നും നേടിക്കൊടുക്കാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യണം? ജനാധിപത്യ ബോധത്തോട് കൂടിയിട്ട് സംഘടിച്ച് ശക്തരാകാൻ വേണ്ടി ഓരോ ജനതയോടും പറയുക. ആ സംഘടനാ ശക്തിയെ വികലമാക്കുന്ന മതപരിവർത്തനമാകാം, രാഷ്ട്രീയവൽക്കരണങ്ങളാകാം. അതിനെ ശക്തമായ അതേ രീതിയിൽ നേരിടുമ്പോഴും അതൊരിക്കലും വിദ്വേഷത്തിൻ്റെ അല്ല, നിലനിൽപ്പിൻ്റെതാണ്. നിലനിൽപ്പിൻ്റെതായ മൂവ്മെന്റ് എല്ലാവരും നടത്തുക, മറ്റുള്ളവനെ ഉപദ്രവിക്കാതെ. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റിൽ നിന്ന് വ്യത്യസ്തനാകുന്നതും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം. പിന്നെ എല്ലാവരും പോകുന്ന പോലെയല്ലല്ലോ, നമുക്ക് ശരി എന്ന മാർഗത്തിലല്ല നമ്മൾ പോകുന്നത്. മറ്റുള്ളവരാരെയും നമ്മൾ കുറ്റപ്പെടുത്താനോ പറയാനോ പോകാറില്ല. നമ്മളെ ആക്രമിച്ചാൽ പറയും, അല്ലെങ്കിൽ നമുക്ക് ശരി എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതിൽ മറ്റുള്ളവർ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. സൂര്യൻ ഉദിക്കുന്നത് മറ്റുള്ളവരുടെ സൗകര്യം നോക്കിയിട്ടാണോ? ചന്ദ്രനിൽ പ്രകാശം അടിക്കുന്നു അങ്ങനെയല്ലോ, ഭൂമി തിരിയുന്നത് അങ്ങനെയല്ലോ. ഇതുപോലെയാണ് ചണ്ടാള ബാബ എന്ന് പറയുന്ന വിവേകാനന്ദൻ പ്രവർത്തിക്കുന്നതും. സ്വേച്ഛയാലാണ്, സ്വേച്ഛാചാരത്താലാണ്.